ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ദിവസവും പുതിയതായി വരുന്നുണ്ട്. എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തതുപോലെ തന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോസ് കാണണം. അപ്പോൾ എല്ലാവരുടെയും സൗകര്യാർത്ഥം നമ്മൾ വീഡിയോസിന് പ്ലേലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നും തരം തിരിച്ച് പ്ലേലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈസി റെസിപ്പീസ്, ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ്, കിച്ചൺ ടിപ്സ്, പിക്കിൾ റെസിപ്പീസ്, ഫിഷ് റെസിപ്പീസ്, അങ്ങനെ ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഞാൻ കുറച്ച് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് 100 തരം വീഡിയോസ് ഉണ്ട്. ആവശ്യമുള്ളത് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ എല്ലാം ഒരേ സ്ഥലത്ത് തന്നെ കിട്ടും. അപ്പോൾ വിവാഹം കഴിഞ്ഞ പുതിയ കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല. അപ്പോൾ നമ്മളും അതുപോലെ പല സ്ഥലത്തും പോയി സെർച്ച് ചെയ്ത് നോക്കാറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. എല്ലാം തന്നെ ഉണ്ട്, പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം. അതിൽ 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്യണം. അപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ പോയി ചെയ്യണം. അപ്പോൾ എപ്പോഴും നോട്ടിഫിക്കേഷൻസ് കിട്ടാനായി നിങ്ങളത് ഓണിലാണോ എന്ന് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള മാങ്ങ അച്ചാറാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൽ സാധാരണ അച്ചാറിനുള്ളതുപോലെ ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല. കുറച്ച് എണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. വീഡിയോ മുഴുവനായും കാണുക. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആൻഡ് സ്പൈസി മാങ്ങ അച്ചാറാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു അച്ചാർ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് ബിരിയാണിക്കൊക്കെ നല്ല ഒരു കോമ്പിനേഷനാണ്. കൂടാതെ നമ്മൾ ചപ്പാത്തിക്ക്, ദോശയ്ക്ക്, ചോറിന് എല്ലാത്തിനും തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ 1 കപ്പ് വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ 1 ബോൾ ശർക്കര ഇതിനെ ഒന്ന് പൊടിച്ചിട്ട് ഈ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഒരു 3 പച്ച മാങ്ങ എടുക്കാം. ഇതിന് കഴുകിയിട്ട് ഒന്ന് തൊലി കളഞ്ഞ് എടുക്കാം. അപ്പം തൊലി കളഞ്ഞിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തു. അപ്പോൾ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തു. എന്നിട്ട് ചെറിയ കുറച്ച് പീസസ് ഉള്ളതിനെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പെട്ടെന്ന് നമ്മൾ ഇടത് സൈഡിലോട്ട് തിരിച്ച് ഇങ്ങനെ എടുത്തു. ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഒരുപാട് അരഞ്ഞ് വേസ്റ്റ് ആകാതെ ഒന്ന് അരച്ച് എടുക്കണം. ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ജീരകം വറുത്ത് എടുക്കാം. ഇങ്ങനെ ഒന്ന് പൊട്ടുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെയും കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് കരിഞ്ഞു പോകും. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തിട്ട് പൊടിച്ച് എടുക്കാം. അപ്പോൾ 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി. ഇനി നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു. ഫ്ലെയിം ഏറ്റവും കുറഞ്ഞ ചൂടിൽ വെച്ച് ഇതിനൊന്ന് കരിഞ്ഞു പോകാതെ ഒന്ന് പച്ചമണം മാറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കാം.
ഇനി നമ്മൾ ഈ ശർക്കരപ്പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഇനി നമുക്കിതിൽ ഉപ്പ് ചേർക്കാം. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങി. നമുക്കിൽ ഈ മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് പൊടിച്ച ജീരകപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കണം. ഉപ്പ് ആദ്യം ചേർത്ത് പോരാ, നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മാങ്ങയ്ക്ക് അത്ര പുളിയില്ല, അപ്പോൾ ഞാൻ കുറച്ച് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാങ്ങയ്ക്ക് നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഇതുപോലെ പുളി എക്സ്ട്രാ ചേർക്കണ്ട. അപ്പോൾ എല്ലാം ബാലൻസ് ചെയ്ത് മധുരവും പുളിയും എരിവും എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ വേറൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. കടുകിടാം. ഉലുവ ചേർത്ത് കൊടുക്കാം. നമുക്കിതിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായി. ഇതിന് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് നല്ല കണ്ണാടി ബോട്ടിലിൽ എടുത്ത് വയ്ക്കാം. അപ്പോൾ നല്ല ഡ്രൈ ബോട്ടിലിൽ സൂക്ഷിച്ച് വയ്ക്കാം. വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ. ടേക്ക് കെയർ. താങ്ക് യു.